സംസാരിക്കാം. ഹലോ 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 ബ്രോ, ഞാനാണോ വിളിച്ചേ? ബ്രോ കൊല്ലീഡറാണോ? കോ-ലീഡറാണ്. ഞാനായിരുന്നു ആ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന വർക്ക് ചെയ്യുന്ന. ബ്രോ പറഞ്ഞോ. അതെന്താ വെച്ചാൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു ആ സിറ്റുവേഷൻ തുടങ്ങാൻ കാണുന്നത് വെച്ചാൽ നമ്മളവിടെ ഇതുപോലെ KP ആയിട്ട് സിറ്റുവേഷനിലായിരുന്നു. അപ്പം നമ്മളവിടെ അവര് ഗ്യാങ്കോസ് സിറ്റുവേഷൻ ഇടയ്ക്ക് ഗ്യാങ്കോസ് കയറിയപ്പോ അവിടെ ചെന്നപ്പം അവിടെ നിന്നൊരു PD വണ്ടി അവിടെ നിന്ന് ഇറങ്ങിയപ്പം റേഡിയോ കോള് വന്ന ആ PD വണ്ടി അവന്മാരാണ് സിറ്റി സെൻട്രസിലാണ് ചേസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മള് ചേസ് ചെയ്ത് പുറകെ പോയി ആ വണ്ടി ഒരു മൂട്ടി മരത്തിനിടയ്ക്ക് ഉടക്കിയായിരുന്നു. അപ്പൊ ഇറങ്ങി വണ്ടിക്ക് ഫയർ ചെയ്യാൻ പോയി. അപ്പത്തേക്ക് ഈ ബ്രോ പുറത്തിറങ്ങി വെച്ചാൽ അപ്പൊ ഈ ബ്രോയ്ക്ക് അടിയുണ്ട്. അപ്പത്തേക്ക് നമ്മൾ ചെന്ന് പറഞ്ഞു ആള് മാറിയതാ, സോറി പറഞ്ഞു. കുറെ പ്രാവശ്യം പറഞ്ഞു സോറി പറഞ്ഞു. അപ്പത്തേക്കും പുള്ളി ചോദിച്ചു എന്താ സോറി പറഞ്ഞാവോ, നിങ്ങൾ നോക്കിയും കണ്ടു അടിക്കണ്ടേ? അങ്ങനെ ഓക്കെ, പുള്ളി ഗണ്ണ് എടുത്തിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു ഡിങ് കൊടുത്തിട്ട് ഞാൻ സോറി പറഞ്ഞു ആയി. അതവിടെ കഴിഞ്ഞു. അപ്പൊ ഇത് കഴിഞ്ഞു. അപ്പം ഞാൻ എന്താ നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്ക് അല്ലേ, അപ്പം കാര്യം പറയാന്നോർത്ത് ഞാൻ ഇങ്ങനെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പം ഇങ്ങനെ സംസാരിച്ചപ്പോ ഈ പുള്ളി ചോദിച്ചു എന്താ നീയൊക്കെ മൊണ്ണകളാണോ ഇങ്ങനെ എന്തുവാ ആള് നോക്കി എന്താ ആരാ എന്താന്നൊക്കെ നോക്കിയിട്ടുണ്ട് അടിക്കാനായിട്ട്, നിങ്ങൾക്ക് അത് അറിയത്തില്ലെന്ന് ചോദിച്ചു. അപ്പം ആ മൊണ്ണകൾ എന്ന് വിളിച്ചപ്പോഴാണ് നമ്മൾ ട്രിഗർ ആയത്. അപ്പൊ അത്ര ഞാൻ എന്തുവാ അന്നേരമാണ് ശരിക്കും നമ്മുടെ എന്റെ കയ്യിൽ നിന്ന് പോയത്. ഞാൻ ട്രിഗർ ആയതും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ലീവ് ആകുമ്പോ പിന്നെ ഇറങ്ങി വന്ന് സംസാരിച്ച് അപ്പൊ പേര് ചോദിച്ച് എന്റെ ഒരു വർക്ക് എന്ന് പറഞ്ഞപ്പം പുള്ളി വർക്ക് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണയായി. അപ്പൊ പുള്ളി എന്നെ എന്താ ബാക്കിൽ നിന്ന് കുത്തി. അപ്പൊ ഇവന്മാർ ഇറങ്ങി അടിച്ച്. ഇതാണ് സിറ്റുവേഷൻ. മിസ്അണ്ടർസ്റ്റാൻഡിന്റെ പുറകില് ഇങ്ങനെ സംസാരമായപ്പോ ലാസ്റ്റ് ഒരു കൊണയായി. അത് നമ്മൾ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ സിറ്റുവേഷൻ എടുക്കാനോ അങ്ങനെ ഒന്നുമല്ല. നിങ്ങളാന്ന് അറിഞ്ഞതേ നമ്മളെ വേഗം വന്ന് സോറി പറഞ്ഞ് അത് അതങ്ങനെയാണ് ഫ്ലഫി ബ്രോ. അത് അവിടെ ആ സിറ്റുവേഷനിൽ ട്രിഗർ ആയി വന്നപ്പം വേഗം മൊണ്ണകളെന്ന് വിളിച്ചപ്പം ട്രിഗർ ആയി. അതോടെ ഞാൻ സംഭവിച്ചത്. എന്നെ അടിച്ചു, ഞാൻ തിരിച്ച് എന്തായാലും എന്നെ വെടിവെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ട്രിഗർ ആയിട്ടാ ചോദിച്ചു. അല്ല, എന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ ബ്രോ എന്നെ വെടിവെച്ചു എന്ന് പറഞ്ഞു വണ്ടി കിട്ടുന്നത്. അതെനിക്ക് ഒട്ടും തോന്നിയില്ല കേട്ടോ. കാര്യം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞാൻ 2 പ്രാവശ്യം ഇല്ല കേക്ക് ഇത്ര ഒരു ബ്രോ പറഞ്ഞില്ല, ഞാൻ കേട്ടോണ്ട് ഇറങ്ങിയ ടൈമിൽ ഞാൻ 2 പ്രാവശ്യം ഞാൻ സാധാ ഉള്ള രീതി ടോണിൽ തന്നെയാണ് ഞാൻ ചോദിച്ചത്. ബ്രോ എന്താ ബ്രോ കാര്യം, നിങ്ങൾ ഇത്ര ഈ ഒരു ടോണിൽ തന്നെയാണ് ഞാൻ ചോദിച്ചത്. 2 പ്രാവശ്യം ഞാൻ ചോദിച്ചു. ആ ടൈം പോരെ ബ്രോ, ഒരാള് വെളി ഇറങ്ങി നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ എന്നെ 2 ഡിങ്കും തന്നു. എന്നിട്ട് ഓടി വന്നിട്ട് ആരാ പേരാ ആരാ മറ്റേതാ മറിച്ചതാന്നും പറഞ്ഞിട്ട് ചോദിച്ചോണ്ടോ. ഞാൻ പറഞ്ഞു ഫ്ലഫി അതാണ് ഇതാണെന്ന് പറഞ്ഞപ്പോ ഒരു ബ്രോ സോറി പറഞ്ഞു. എന്തോ വെള്ള ഹെയറോ സംതിങ്. അപ്പോഴത്തേനും ഞാൻ തിരിച്ചു ചോദിച്ചു ബ്രോ എന്താ ബ്രോ സോറി പറഞ്ഞ ആവോ, ഈ പറഞ്ഞ പോലെ സോറി പറഞ്ഞ ആവോ എന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് ഈ പറഞ്ഞ ബ്രോ അല്ലേ വർക്ക് ബ്രോന്റെ സൗണ്ട് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു, ഒരുമാതിരി വൃത്തികെട്ട ഗുണമായിരുന്നു. സീരിയസ് നിങ്ങളെ വിളിച്ചതിന്റെ കാര്യം പറയാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് TP എന്ന് പറയുന്ന ഗ്യാങ് ആയിട്ട് ഒരു പ്രശ്നമില്ല. നിങ്ങൾ നമ്മുടെ അടുത്ത് ഇതുവരെ ഒന്നിനും റോങ് ആയിട്ട് വന്നിട്ടുമില്ല. അപ്പൊ നമുക്ക് വെച്ചാൽ നമ്മളെ ഗ്യാങ് ഹൗസിൽ നിന്ന് വന്ന് നിങ്ങൾ അല്ലേ, നിങ്ങൾ നമ്മളെ ഗ്യാങ് ഹൗസിൽ വന്നിട്ടുള്ളതല്ലേ? വന്നിട്ടുള്ള ഇവിടെ ഒന്ന് നല്ലോണം സംസാരിച്ച് പോയിട്ടുണ്ട്. ഇതുവരെ ഒരു സിറ്റുവേഷനും ഉണ്ടായിട്ടുമില്ല, റോങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും വന്നിട്ടുമില്ല. ഇപ്പൊ ഇത് ഉണ്ടായത് ഓക്കെ നിങ്ങൾ അറിയാതെയാണ് എന്നുള്ളത് ഓക്കെ സമ്മതിച്ചു. ബ്രോ നമുക്ക് ഇതിന്റെ പേരിൽ ഒരു സിറ്റുവേഷൻ എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് പാർക്കില്ല. ഇവൻ ഫ്ലഫിക്ക് പോലും ഇതിന്റെ പേരിൽ നിങ്ങളായിട്ടൊരു എടുക്കണമെന്നില്ല. ബ്രോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോറി പറഞ്ഞത് പ്രശ്നം തീർക്കാനായിട്ടാണ് നമ്മൾ വിളിച്ചത്. നിങ്ങൾക്ക് ഒരു സോറി അങ്ങനെയല്ല സരക്കണ്ണ. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് ഫസ്റ്റ് നടന്നത് ഈ പുള്ളിക്ക് എന്താ അടിച്ചതിന്റെ പേരില് നമ്മളെല്ലാരും വന്ന് സോറി പറയാൻ ഇല്ല. ഞാൻ മനസ്സിലായി ബ്രോ, എനിക്ക് സംഭവം എല്ലാം മനസ്സിലായി. സംഭവം ഇത്രേ ഉള്ളൂ. ഇതിന്റെ അകത്ത് വേറെ ആരുമായിട്ട് ഒരു സീനും ഇല്ല. ബ്രോയുമായിട്ടുള്ള സംസാരത്തിൽ ഇവന് മനസ്സിലായില്ല. അത് ബ്രോ ഇങ്ങനെ ഭയങ്കര റോങ് ആയിട്ട് സംസാരിച്ച പോലെ ഫീൽ. അത് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. അതിനകത്ത് എനിക്ക് സോറി പറയുന്നതിൽ ഒരു മടിയില്ല. പക്ഷെ അതിനകത്ത് ഈ തെറ്റ് എന്റെ ഭാഗത്താന്ന് മാത്രമേ നമ്മളെല്ലാരും അവിടെ നിൽക്കുകയാണ്. നമ്മള് മൊത്തം ഗ്യാങ് അവിടെ നീ പറഞ്ഞിട്ട് അവര് കൂടി പറയാനുള്ള സമയം കൊടുക്കാം. നീ പറഞ്ഞിട്ട് പറഞ്ഞോളൂ. ബ്രോ ഞാന് അവിടെ വെച്ച് ഓർമ്മയുണ്ട ഒരു ബ്രോ വെള്ളമുടി എന്ന് പറഞ്ഞല്ലേ, ആ പുള്ളി എന്നിട്ട് സോറി പറഞ്ഞപ്പോ അത് കഴിഞ്ഞിട്ട് ബ്രോ വന്ന് കൊണച്ചു തുടങ്ങിയ ടൈമില് ഇവരെല്ലാം ബ്രോ വിടെന്ന് പറയുമ്പോ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു ബ്രോ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒരു വിഷയവും ഇല്ല. ഈ ബ്രോ ഇരുന്ന് കൊണക്കണം എനിക്ക് ഒട്ടും പിടിച്ചില്ല. അമ്മാതിരി രീതിയിലത്തെ ഇതായിരുന്നു. ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു വിഷയവും ഇല്ല. എനിക്ക് നിങ്ങളെ DPനെ അടിക്കണമെന്ന്, എനിക്ക് വള്ളി എടുക്കണോ മുട്ടിയൊന്നും നിൽക്കൂല. അങ്ങനെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരിക്കലും വരൂല. നിങ്ങൾ നല്ല മര്യാദയ്ക്ക് തന്നെയാണ് സംസാരിക്കണം. പക്ഷെ ബ്രോ ഭയങ്കര റോങ് രീതി സംസാരിച്ചതുകൊണ്ടാണ് ഞാൻ ട്രിഗർ ആയത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കോഹ്ലിയുടെ എന്ന നിലയിൽ എനിക്ക് വള്ളി എടുക്കാൻ അങ്ങനെ ഒന്നുമില്ല. ഞാൻ എന്റെ സൈഡിൽ നിന്ന് ക്ലിയർ ആക്കാനാണ് വന്നത്. നിന്റെ അടുത്ത് ആ സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് സംഭവിച്ചത്. ഫസ്റ്റ്
നിനക്ക് ആ ഡിങ്കി കയറിയപ്പം ഞാനും അവിടെ ഉണ്ടാകും സോറി പറയണ്ട. അപ്പൊ അവിടെ നമ്മുടെ കൂടെ വന്ന വേഗൊരു പയ്യനാണ് എന്താ നിന്റെ പേരെന്ന് വെച്ചാൽ ടഫായിട്ട് സംസാരിച്ചു. അവനെ തന്നെ ഞാൻ തന്നെയാണ് പിടിച്ചവിടെ നിന്ന് മാറ്റി മാറിയേക്ക് അങ്ങനെ ചോദിക്കേണ്ട പറഞ്ഞ അത് ഫസ്റ്റ് ഞാൻ തന്നെയാണ് അവിടെ പറഞ്ഞത്. അപ്പൊ പെട്ടെന്ന് വന്നിട്ട് ഒന്നാമത് ഒരു സിറ്റുവേഷൻ ട്രിഗർ എനിക്ക് വന്നു. അപ്പം നിങ്ങൾ വന്നിട്ട് മൊണ്ണകളെന്നൊക്കെ വിളിച്ചപ്പോ അതിലാണ് ഞാൻ ട്രിഗർ ആയി പോയത്. അപ്പം നീ ബ്രോ അവിടെ സീരിയസ് ആയിട്ട് സംസാരിച്ചപ്പോ ഞാനും അവിടെ ട്രിഗർ ആയി. ഞങ്ങൾ സംസാരിച്ച് ദേഷ്യപ്പെട്ടു, ഭയങ്കര ഒച്ച റൈസ് ആയിരുന്നു. അങ്ങനെയാണ് സംസാരിച്ചത്. അല്ലാണ്ട് പർപ്പസ്ഫുള്ളി ഇപ്പം എന്താണ് ബ്രോ ആയിട്ട് വള്ളി എടുക്കുക. അപ്പൊ വേഗം വന്നിട്ട് അവിടെ ഞാൻ മാത്രമല്ലായിരുന്നു ട്രിഗർ, ഇങ്ങോട്ട് ട്രിഗർ ആയി അങ്ങോട്ട് ട്രിഗർ. അപ്പൊ സോറി പറയണമെന്ന് പറയുമ്പം ആദ്യത്തെ സംഭവത്തിൽ നിങ്ങളെ ഫയർ ചെയ്തില്ല, അതിന് ഞങ്ങൾ എല്ലാവരും വേണേ വന്ന് സോറി പറയാൻ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ രണ്ടാമത് പിന്നെ ഞാൻ അവിടെ വേണമെന്ന് വെച്ച് ട്രിഗർ ആക്കിയതല്ല. ഇങ്ങോട്ട് ട്രിഗർ ആയപ്പോ അങ്ങനെ ട്രിഗർ ആയി പോയതാണ്. അതിന് സോറി വേണമെന്ന് പെട്ടെന്ന് എനിക്ക് അത്ര അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. അല്ല ബ്രോ, ഞാൻ ഇപ്പൊ പറയുന്ന സിമ്പിൾ ഇത്രേ ഉള്ളൂ. നമുക്ക് മനസ്സിലായി ഇതിന്റെ പേര് ഇതിന്റെ സിറ്റുവേഷൻ കൊണ്ടുപോകാൻ താല്പര്യമില്ല. ജസ്റ്റ് ഒരു സോറി പറഞ്ഞ് തീർക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലതായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് അറിയുന്നൊരു ഗ്യാങ് ആയിട്ടാണ് ആ രീതി പറഞ്ഞത്, മനസ്സിലായില്ല. അല്ലാതെ നിങ്ങളെ കൊണ്ട് മറ്റേ മനസ്സിലായി നിങ്ങളായിട്ട് ഇനി വെറുതെ ഇതിന്റെ പേരിൽ ഒന്ന് മൈൻഡിൽ വെച്ച് മനസ്സിലായി. ഇപ്പം ഇതിങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം നാളെ ഒരു സീൻ വരുമ്പോൾ മനസ്സിലായില്ലേ നമുക്ക് മനസ്സിലായി ഇത് നെഗറ്റീവ് ആയിട്ടുള്ള രീതി കിടക്കും. അപ്പൊ പിന്നെ അത് പിന്നെ വെറുതെ ഒരു വള്ളിയായിട്ടേ പോകത്തുള്ളൂ. അപ്പൊ അതിനായിട്ട് താല്പര്യം ഇല്ലാത്തതാണ് പറഞ്ഞത്, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ രണ്ട് സൈഡിൽ നിന്ന് കൊണയപ്പോ വേഗം എനിക്ക് അങ്ങ് കൈ നിന്നില്ല, അങ്ങനെ അങ്ങ് പോയതാണ്. ഇല്ല ഞാൻ സാധാരണ അങ്ങനെ പറയാത്തതുമാണ്. എനിക്ക് ആരോടായിട്ട് അങ്ങനെ കൊണ അടിച്ച് ഏറ്റു വെക്കലോ അത് സീരിയസ്ലി ഞാൻ അങ്ങനെ ചെയ്യാത്തതാണ്. എന്റെ ഭാഗത്ത് മറ്റു മിസ്റ്റേക്ക് ആണെങ്കിൽ സോറി അത്രേ ഉള്ളൂ ബ്രോ, അത്രേ ഉള്ളൂ. അല്ല വേറെ സീനില്ല, അല്ല വേറെ സീനും കാര്യമൊന്നും ഇല്ല. അല്ലാതെ നിങ്ങളായിട്ടൊരു വള്ളി എടുക്കാനൊന്നും ഒന്നല്ല. ഓക്കെ, നിങ്ങളായിട്ടൊരു സീനും ഇല്ല. മനസ്സിലായി. അവൻ ട്രിഗേർഡ് ആയി, അത് മനസ്സിലായി. അതല്ല ട്രിഗർ ആയില്ലെന്നല്ല പറഞ്ഞത്, അതിനെ ജസ്റ്റിഫൈ അല്ല. പക്ഷെ ബ്രോ മനസ്സിലായി, അവൻ ഓൾറെഡി നമ്മൾ ഒന്നിനും ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളടുത്ത് മനസ്സിലായില്ലേ ഫയറിങ് ആകുമ്പോൾ ഉള്ളൊരു ഒരു സൈഡ് ഒന്ന് ആലോചിക്കല്ലോ ബ്രോ, അതിന്റെ പുറത്താണ് കൊണ്ടുവന്നത്. പക്ഷെ ബ്രോ മാത്രമാണ് ഇച്ചിരി ഭയങ്കര മനസ്സിലായി റോങ് ആയിട്ട് സംസാരിച്ചെന്നവരെ ഫീൽ ചെയ്തു. അപ്പോൾ അവൻ പറഞ്ഞ് അവന് ഇത് വള്ളിയാക്കാൻ താല്പര്യമില്ല, ബ്രോയുടെ സൈഡിൽ നിന്ന് അങ്ങനെ പറഞ്ഞത് ഷോക്കായിട്ട് തോന്നി, അതിന് സോറി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് വിളിച്ചിട്ട് സോറി പറഞ്ഞ് ഈ പ്രശ്നം തീർക്കാന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ബ്രോ കാര്യം പറഞ്ഞു കഴിഞ്ഞു, അത്രേ ഉള്ളൂ, വേറെ സീനൊന്നും ഇല്ല. ഓക്കെ ഇത് നിങ്ങളെ പരിപാടി നടക്കട്ടെ, നിങ്ങളെ വേറെ എന്തോ ഉള്ളതല്ലേ നടക്കട്ടെ. ഫ്ലഫി ഓക്കെ അല്ലേ? എല്ലാം സംഭവം അവനെ കണ്ടതാ എന്നിട്ട് അടിച്ചതാണ് ഞാൻ. പിന്നെ അതല്ല ഇപ്പൊ നിനക്ക് അല്ല സോറി പറഞ്ഞാലോ പോരെ, അതാ മനസ്സിലായി. വേറെ വള്ളി ഗ്യാങ് അല്ലാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായി. വേറെ ഏതെങ്കിലും ഗ്യാങ് സ്ഥിരം ചൊറി ഗ്യാങ് ആണെങ്കിൽ നമുക്ക് ഞാൻ പറയാം കേട്ടോ, നിന്റെ അടുത്ത് ഇവര് വേറെ വല്ലതും പറഞ്ഞ് ഇനി ഇതിന്റെ പേരിൽ ഇനി വരികയാണെങ്കിൽ പറ, മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഇത് മനസ്സിലായി അടുത്ത സിറ്റുവേഷൻ ആയിട്ട് തന്നെ ഉണ്ട്. ഞാൻ മനസ്സിലായെന്നൊരു 50 വട്ടം ചോദിച്ചില്ലേ, എനിക്ക് അറിയത്തില്ല, മനസ്സിലായ എനിക്ക് വന്നോണ്ടിരിക്കും. എടാ ഇതേ ഞാന് നിങ്ങളിവിടെ എന്താ ഞാൻ അധികം വള്ളി ഒന്നും എടുക്കുന്ന ഒരാളല്ല, നിങ്ങളായിരിക്കും എന്നെ അങ്ങനെ കാണല്ലോ. ആ ടൈമിൽ അങ്ങനെ ആരാണല്ലോ ട്രിഗർ ആവുന്ന രീതി തന്നെ ഞാൻ ട്രിഗർ ആയിട്ടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ തന്നെ അവിടെ ശ്രദ്ധിച്ചാൽ മതി, അത്രയും പേര് നിന്നപ്പോഴാണെങ്കിലും പ്രോനെ ഞങ്ങൾ അങ്ങനെയല്ല ട്രീറ്റ് ചെയ്തത്. അപ്പം എനിക്കും അത് അങ്ങനെ ചെയ്തൊരു ഫീൽ ബാഡ് ആയി. എന്തായാലും അങ്ങനെ ഒന്നും കാണാൻ വള്ളി മൈൻഡില് എന്നെ കാണാൻ ഇല്ല ബ്രോ, ഇല്ല ശരിയില്ല, അത് ശരിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ വിളിക്കൂലല്ലോ. നിങ്ങളെ ഡയറക്റ്റ് പിന്നെ ഫയറിംഗ് സിറ്റുവേഷനിലോട്ട് പോകാനേ നോക്കൂ. നിങ്ങളെ വിളിച്ച് സംസാരിച്ച് തന്നെ അങ്ങനെ നിങ്ങൾ അങ്ങനെ ഒരു ഗ്യാങ് അല്ല, ഇത് നമ്മളടുത്തൊന്നും റോങ് ആയിട്ടില്ല എന്ന് അറിയുന്നതുകൊണ്ടാണ് സംസാരിച്ച് ക്ലിയർ ആക്കിയത്, അല്ലാതെ വേറെ സീനൊന്നും ഇല്ല. അവന് മനസ്സിലായില്ല, അവന് ജസ്റ്റ് ഇത് അവനിത് മനസ്സിലായത്, അവന് ബാഡായ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതിന് പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അതേപോലെ ചെയ്തു. രണ്ടാമത് ഇവിടെ നമ്മുടെ രണ്ട് പയ്യന്മാരെ ഡാനിന് നിങ്ങളെ അറിയാന്ന് പറഞ്ഞു. അപ്പം ഇനിയിപ്പൊ ഞാൻ ഒന്നുകൂടി വന്നിട്ട് ഇവിടെ വെറുതെ വഷളാവണ്ടെന്നോർത്തിട്ടാണ് ഞാൻ വരായിരുന്നത്. വഷളാക്കണ്ട, അതാണ് ഞാൻ വന്നിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാ മനസ്സിലായില്ലേ? ഇപ്പൊ പിന്നെ സംസാരിക്കുന്നത് അതുകൊണ്ടാ മനസ്സിലായത്, പിന്നെ വേറെ അടിയാവണ്ട വിചാരിച്ചു. ഇനി അതെങ്ങനെ മൈൻഡിലൊന്നും വെച്ചിട്ടില്ല മൈൻഡിലൊന്നും ഇല്ലല്ലോടാ ഫ്ലഫി, നിനക്ക് മൈൻഡിൽ വെച്ചിട്ടുള്ള സീനൊന്നും ഇല്ലല്ലേ? ഇനി മുന്നോട്ട് കാണാനുള്ളല്ലേ. അപ്പൊ ഇനി അവൻ അന്ന് വള്ളിയാർന്ന് ഇല്ല അങ്ങനെ ഒരു സീൻ ഇല്ല, കാണാതിരിക്കാൻ വേണ്ടി നിങ്ങളെ ഞങ്ങള് എനിക്ക് മനസ്സിലായെന്ന് പറയാതെ ഞാൻ പിന്നെ എന്തിനാണ് മനസ്സിലാക്കി വരെ വേറെ വാക്കായിട്ട് വിളിച്ചാണ്. പോട്ടെ, നല്ല പിള്ളേരാണ്.
ഫ്ലഫി നീയാണ് പള്ളി. ആ ടൈമിൽ അമ്മ മാത്രം എന്ന് വെച്ചാ 10 പേര് നിക്കുന്നേ, അതിൽ ഇവ മാത്രം അടുക്ക് എടാ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഞാൻ സംഭവം സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാടാ. സംഭവം സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ ഗ്യാങ്ങിലെ കോലീഡറാണ്, മനസ്സിലായി? അപ്പൊ ആ ഗ്യാങ്ങിനെ മൊത്തത്തില് നീ മൊണ്ടാളെന്ന് വിളിക്കുമ്പോ ഉറപ്പായിട്ടും അവൻ കോലീഡറായിട്ട് എടുത്തിട്ട് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കോലീഡർ എന്ന് പറഞ്ഞിരിക്കുന്നതിന് പിന്നെ ഒരു വാല്യൂ ഇല്ലല്ലോടാ അവിടെ. അപ്പൊ അവൻ എന്തായാലും പറയും, മനസ്സിലായി? ആ ട്രിഗറിൽ അതാണ് ഉണ്ടായത്, അല്ലാതെ വേറെ സീനൊന്നും ഇല്ല. ഓ പറഞ്ഞിട്ടൊന്നും ഞാനാണ് ഇവിടെ വള്ളി എടുത്ത് വെച്ചത് വിടന്ന് പറയാനായിട്ട്. പൊടാ പൊട്ടച്ചി. ഓ വിടന്ന്. പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചാ എന്തായാലും ഒരു കാര്യം ശ്രദ്ധിച്ചാ നീ ഇത്രയും പ്രശ്നം നടക്കുമ്പോഴും എല്ലാരെ കാട്ടി വിഷമായത്, ഫ്ലഫീനെ കാട്ടി വിഷമായത് നമ്മൾ നിക്കിലാണ്. ഒരു നിസ്സഹായന്റെ അവസ്ഥയായിരുന്നു അവിടെ കണ്ടത്. കൂടെ ഉള്ളവരുടെ കൂട്ടത്തിലുള്ളവരെ അടിക്കുന്നത് കണ്ടിട്ട് ഒളിച്ചു വെക്കേണ്ടി വന്ന. താങ്ക് യു സോ മച്ച് പറഞ്ഞ താങ്ക് യു സോ മച്ച് ഫോർ സൂപ്പർ ചാറ്റ് അന്നക്കുട്ടി. താങ്ക് യു സോ മച്ച് അന്നക്കുട്ടി ഫോർ ദ $5 Canadian. അവനാര് റഫി ഇപ്പൊ കരയുന്നോലേക്കായി. എടാ അത് മനസ്സിലാടാ സംഭവം. പൊളിഞ്ഞിരിക്കുന്നതിന്റെ ഇടയിൽ വരുമ്പോ എത്രയായാലും മനസ്സിലാടാ, അവരും അങ്ങനെ സംസാരിച്ച് പോകും. അതാണ്, അല്ലാതെ മനസ്സിൽ വെച്ച് സംസാരിച്ചായിരിക്കില്ല. അവനിപ്പോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായി, നമ്മളിത് കാരണം ഇനി നാളെ അവരുടെ അടുത്ത് എപ്പോഴും ഒരു വള്ളി ഗ്യാങ്ങായിട്ട് കാണുമെന്നുള്ള തോട്ട് വരരുത്. അതാണ് അവനെ എടുത്ത് പറഞ്ഞിട്ട് പോയത്. ഇതാരാണ് ഈ താടിക്കാരൻ? ഇത് ദി ഗോഡാണോ ഇത്? ഹലോ സാർ, എന്റെ പേര് ഉജ്ജ്വലൻ. ഞാൻ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ആണല്ലേ? സൂപ്പർ. എനിക്ക് ഷാരുമായിട്ട് ഒരു മിനിറ്റ് സംസാരിക്കാൻ സമയമുണ്ടോ? ആരുമായിട്ടാണ്? ഷാറായിട്ട് സംസാരിക്കാൻ